ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായുള്ള വിഷയം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്കായുള്ള വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം ഗലാത്യർ 6:9. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആത്മീയ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് നന്മയിൽ നിലനിൽക്കുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരു നന്മയില്ലാത്തവരായി ആരും തന്നെയില്ല. എബ്രായർ 13:16 വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നാം ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരും നന്മ വളർത്തുന്നവരുമാകണം. ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അവർക്കാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നതെന്ന് വചനം വ്യക്തമാക്കുന്നു. അവരൻ്റെ കുറവുകൾ പറഞ്ഞു നടക്കുന്നതിലല്ല, അവരൻ്റെ നന്മ ഉയർത്തി കാണിക്കുന്നിടത്താണ് ജീവിത വിജയം. അവിടെ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, നാം ദൈവ പൈതലാകിയാൽ നന്മയെ വളർത്തി തിന്മയെ നശിപ്പിക്കണം. നാം എല്ലാവരും നന്മ ചെയ്യുന്നവരായി മാറണം. തിന്മ പ്രവൃത്തി ചെയ്യുന്നവരെ നന്മയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തു കാണിച്ചു തന്ന മാതൃക അപ്രകാരമാണ്. ഇന്ന് നന്മയും തിന്മയും ഇടകലർന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നന്മയാൽ തിന്മയെ ജയിക്കാൻ നമുക്ക് കഴിയണം. യോസേഫിന്റെ ജീവിതത്തിൽ സഹോദരങ്ങൾ അനേകം തിന്മകൾ നൽകി, എന്നാൽ യോസേഫ് നന്മയിൽ നിലനിന്നു. പിന്നത്തേതിൽ അതൊരു അനുഗ്രഹമായി മാറി. പ്രിയരെ, ഈ നോമ്പ് നാളുകളിൽ ആർക്കും നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവം സഹായിക്കട്ടെ. ആമേൻ.